Hi all, today we are going to take a small presentation on the subject energy conservation and management. We are discussing fourth module and it's the third part of my series. Myself Ashwin P, Assistant Professor ME SNGCT. We are already discussed this syllabus and today we are discussing energy efficiency in fan and blower. Before discussing energy efficiency, we need to know what is a fan and blower. ഫാനും ബ്ലോവർ എന്ന് പറയുന്നത് ഒരു ഇൻഡസ്ട്രിയിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്യുപ്മെൻറ്റ്സാണ്. ഏറ്റവും കൂടുതൽ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസിലാണ് ഫാൻ സിസ്റ്റംസ് യൂസ് ചെയ്യുന്നത്. അത് മെയിനായിട്ട് എക്സോസ്റ്റ് ഗ്യാസ് പുറത്തു കളയാൻ വേണ്ടിയിട്ടും പിന്നെ എവിടെയെങ്കിലും എയർ ഫ്ലോ റിക്വയർഡ് ആയിട്ടുള്ള സ്ഥലങ്ങളുണ്ടാവും. പലപ്പോഴും കംപ്രസ്ഡ് എയർ ഒക്കെ റിക്വയർഡ് ആയിട്ടുള്ള സ്ഥലമുണ്ടാവും. അങ്ങനെയുള്ള സ്ഥലത്തൊക്കെയാണ് ഫാൻ യൂസ് ചെയ്യുന്നത്, എയർ ഫ്ലോ നീഡായിട്ടുള്ള സ്ഥലത്ത്. ഫാൻ ഓർ ബ്ലോവർ സിസ്റ്റം കൺസിസ്റ്റ് ഓഫ് electric motor, drive system, duct or piping, flow control devices, AC equipment. ഇത്രയും എക്യുപ്മെൻസിൻ്റെ ഒരു കോമ്പിനേഷനാണ് ഫാൻ സിസ്റ്റം അല്ലെങ്കിൽ ബ്ലോവർ എന്ന് പറയുന്നത്. വെരി ഇമ്പോർട്ടൻറ്റ് തിങ് ദാറ്റ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഫാൻ, ബ്ലോവർ ആൻഡ് എ കംപ്രസർ. എയർ ഫ്ലോ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന 3 എക്യുപ്മെൻറ്റ്സ് ആണ് ഫാൻ, ബ്ലോവർ, കംപ്രസർ. ഓൾമോസ്റ്റ് ഫങ്ഷൻ എല്ലാം തന്നെ സെയിം ആണ്. പക്ഷേ ഇത് തമ്മിലുള്ള ഡിഫറൻസ് അക്കോർഡിംഗ് ടു ASME, അമേരിക്കൻ സൊസൈറ്റി ഓഫ് മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സ്, പറഞ്ഞിരിക്കുന്നത് ദ ഡിഫറൻസ് ഇൻ സ്പെസിഫിക് റേഷ്യോ, ദ റേഷ്യോ ബിറ്റ്വീൻ ഡിസ്ചാർജ് പ്രഷർ ആൻഡ് സക്ഷൻ പ്രഷർ. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളുടെ ഫാൻ, ബ്ലോവർ, കംപ്രസർ എന്നിവ ഡിഫറൻഷ്യേറ്റ് ചെയ്തിരിക്കുന്നത്. ഫാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പെസിഫിക് റേഷ്യോ ഷുഡ് ബി ലെസ് ദാൻ 1.11. In case of blower, that should be between 1.11 and 1.2. For compressor, that will be greater than 1.2. The pressure rise also given in the table. Now we are discussing type of fans. There are mainly 2 kinds of fans. First one is centrifugal fan and second one is axial fan. You can see the figure of a centrifugal fan. Here it is the suction and this will be discharge. This will be an axial suction and this will be a tangential discharge. സെൻട്രിഫ്യൂഗൽ പമ്പിൻ്റെ സിമിലർ വർക്കിംഗ് പ്രിൻസിപ്പിളാണ് സെൻട്രിഫ്യൂഗൽ ഫാനും ഉള്ളത്. ഗ്രാജുവലി ഇൻക്രീസിങ് ഏരിയ കാരണം പ്രഷറൈസ് ഉണ്ടാവും, അത് കാരണം ഡിസ്ചാർജ് ഉണ്ടാവും. അതുപോലെ തന്നെ ദിസ് വൺ വിൽ ബി ദ ആക്സിയൽ ഫാൻ. ഇത് നമുക്ക് കോമൺ ആയിട്ട് ഇൻഡസ്ട്രീസിൻ്റെ എക്സോസ്റ്റ് സൈഡിലും വാൾ സൈഡിലും കാണാൻ പറ്റും. അഥവാ ഇത് മെയിൻലി യൂസ് ചെയ്യുന്നത് എക്സോസ്റ്റ് ഫാൻ ആയിട്ടാണ്. ദ ഫ്ലോ വിൽ ബി ഇൻ ആക്സിൽ ഡയറക്ഷൻ. ഷാഫ്റ്റിന് ആക്സിൽ ആയിട്ടാണ് ഇതിൻ്റെ അകത്ത് ഫ്ലോ ഉണ്ടാവുക. അങ്ങനെയുള്ള ഫാന് പറയുന്ന പേരാണ് ആക്സിൽ ഫാൻ. നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ബ്ലോവേഴ്സ് സിമിലർ ടു സെൻട്രിഫ്യൂഗൽ ഫാൻ, ഇറ്റ്സ് സെൻട്രിഫ്യൂഗൽ ബ്ലോവർ. ഇവിടെ ഇൻലെറ്റ് വരും, ഇവിടെ ഡിസ്ചാർജ് ഉണ്ടാവും. നിങ്ങൾക്കൊരു മോട്ടർ കാണാൻ പറ്റും. ഇതിന് റിക്വയർ ആയിട്ടില്ല ഇതിൻ്റെ ഡയറക്ഷൻ അഥവാ പവറിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നൊരു മോട്ടർ കാണാൻ പറ്റും. ഈ ഇലക്ട്രിക് മോട്ടറിൻ്റെ മെക്കാനിക്കൽ എനർജി ഉപയോഗിച്ചിട്ടാണ് ഈ ഫ്ലോ ക്രിയേറ്റ് ചെയ്യുന്നത്. ആക്സിൽ സക്ഷനും ടാൻജൻഷ്യൽ ഡിസ്ചാർജും തന്നെയാണ് സെൻട്രിഫ്യൂഗൽ ബ്ലോവറിലും ഉണ്ടാകുന്നത്. Now you can see a positive displacement blower. There are different type of positive displacement blower and you can see a lobe type positive displacement blower in the figure. നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇതൊരു അറ്റ്മോസ്ഫറിക് എയറും ഇത് ലൈൻ പ്രഷറുമാണ്. അഥവാ അറ്റ്മോസ്ഫറിക് പ്രഷറിലുള്ള എയറിനെ കംപ്രസ് ചെയ്തിട്ട് ലൈൻ പ്രഷറാക്കി കൺവേർട്ട് ചെയ്യുകയാണ് ഈ ബ്ലോവർ ചെയ്യുന്നത്. അതിനു വേണ്ടിയിട്ട് അവിടെ 2 ലോബ് ഉണ്ട്. സെൻട്രലിൽ എപ്പോഴും ഇൻ കോണ്ടാക്റ്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഫ്ലോ ഓഫ് എയർ സർഫസിലേക്ക് കൂടിയാണ് ഉണ്ടാവുക. ഈ സർഫസിലേക്ക് കൂടി പോകുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും ചിത്രം, ഓരോ സമയത്തും കംപ്രസ് ചെയ്തിട്ട് ഇപ്പുറത്തേക്ക് പോകുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി അതിൻ്റെ പ്രഷർ കൂടും, വിച്ച് ഇസ് ഈക്വൽ ടു ലൈൻ പ്രഷർ. ആൻഡ് FD ആൻഡ് ID ഫാൻ സിസ്റ്റം. FD എന്ന് പറഞ്ഞാൽ ഫോഴ്സ്ഡ് ഡ്രോട്ട്, ID എന്ന് പറഞ്ഞാൽ ഇൻഡ്യൂസ്ഡ് ഡ്രോട്ട്. അഥവാ നമ്മുടെ എക്സോസ്റ്റിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന 2 ഫാനുകളാണ് FD ഫാനും ID ഫാനും. നിങ്ങൾക്ക് ചിത്രത്തിൽ അത് കാണാൻ പറ്റും, 2 ഏരോ മാർക്ക് ചെയ്തിട്ടുണ്ടാകും. ഇതാണ് FD ഫാൻ, ഇതാണ് ID ഫാൻ. ഇതൊരു ഫർണസാണ്. ഫർണസിൻ്റെ ഫ്ലൂ ഗ്യാസിൻ്റെ പാർട്ടാണ് കാണിച്ചിരിക്കുന്നത്. ഒരു തെർമൽ പ്ലാന്റിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഏരിയയാണ് എക്സോസ്റ്റ് ഫ്ലൂ ഗ്യാസ്. ഈ ഫ്ലൂ ലൈനിലേക്ക് കൂടി വരുന്ന എയറിനെ, ഫ്ലൂ ഗ്യാസിനെ പുഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് FD അഥവാ ഫോഴ്സ്ഡ് ഡ്രോട്ട് ഫാൻ യൂസ് ചെയ്യുന്നത്. അതിനെ പുള്ളി ചെയ്ത് ചിമ്മിനിയിലേക്ക് കടത്തിവിടാനാണ് ഇൻഡ്യൂസ്ഡ് ഡ്രോട്ട് ഫാൻ യൂസ് ചെയ്യുന്നത്.
അതുകൊണ്ട് തന്നെ ഇതിൻ്റെ രണ്ടിലും വരുന്ന ലോഡിൽ കുറവ് വരുത്തിയാൽ നമ്മുടെ എനർജി എഫിഷ്യൻസി നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. Now we are discussing energy efficiency and safety measures in fan and blower. ഈ ഏരിയാസിലാണ് ഏറ്റവും കൂടുതൽ എനർജി ലോസ് ഒരു ഫാനിലും ബ്ലോവറിലും ഉണ്ടാകുന്നത്. ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഭാഗത്ത് ഫസ്റ്റ് വൺ, മിനിമൈസിങ് എക്സസ് എയർ ലെവൽ ഇൻ കമ്പസ്റ്റൻ സിസ്റ്റം ടു റെഡ്യൂസ് FD ഫാൻ ആൻഡ് ID ഫാൻ ലോഡ്. നമ്മളിപ്പോൾ പറഞ്ഞു കഴിഞ്ഞു, കമ്പസ്റ്റൻ ചേമ്പറിലുള്ള എയർ ഫ്ലോനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഫ്ലൂ ഗ്യാസ് ഉണ്ടാവുക. അന്നേരം ഈ കമ്പസ്റ്റൻ ചേമ്പറിലെ എയർ ഫ്ലോ പരമാവധി റെഡ്യൂസ് ചെയ്യുവാണെങ്കിൽ എനർജി എഫിഷ്യൻസി വിൽ ബി വെരി ഹൈ. പക്ഷേ ഒരു ലിമിറ്റിനപ്പുറത്തേക്ക് നമുക്ക് ഈ എയർ ഫ്ലോ റെഡ്യൂസ് ചെയ്യാൻ കഴിയില്ല, കാരണം കമ്പസ്റ്റന് എയർ വളരെ റിക്വയർഡാണ്. സോ കറക്റ്റായിട്ട് ഇത് ഒപ്റ്റിമൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എനർജി എഫിഷ്യൻസി ഇമ്പ്രൂവ് ചെയ്യാം. സെക്കൻഡ് പോയിന്റ് ഈസ് മിനിമൈസിങ് എയർ ഇൻ ലീക്ക് ഇൻ ഹോട്ട് ഫ്ലോ ഗ്യാസ് പാത്ത് ടു റെഡ്യൂസ് ID ഫാൻ ലോഡ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഈ എക്സോസ്റ്റ് ഫ്ലൂ ഗ്യാസ് വരുന്ന പാത്തിൽ എവിടെയെങ്കിലും ലീക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ എയർ ഇൻടേക്ക് വരാനോ അല്ലെങ്കിൽ എയർ ഔട്ട് ലീക്ക് വരാനോ സാധ്യതയുണ്ട്. ഏറ്റവും കൂടുതൽ വരുന്ന എയർ ഇൻ ലീക്കാണ്. എയർ ഇൻ ലീക്ക് വരുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി റിക്വയർഡ് ലോഡ് കൂടിക്കൊണ്ടിരിക്കും. ID ഫാൻ വലിച്ച് ചിമ്മിനിയിലേക്ക് കളയേണ്ട അഥവാ സക്ക് ചെയ്യേണ്ട എയറിൻ്റെ റിക്വയർമെൻറ്റ് അത് കൂടുതലായിരിക്കും. ഓട്ടോമാറ്റിക്കലി ID ലോഡ് കൂടുമ്പോൾ റിക്വയർഡ് എനർജി കൂടുതലാവും, എനർജി എഫിഷ്യൻസി വിൽ ബി ലെസ്. സിമിലർ ടു ദാറ്റ്, cold air in leak increases density of the flue gas. ഡെൻസിറ്റി ഇൻക്രീസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ID ഫാനിൻ്റെ ലോഡ് ഇൻക്രീസ് ചെയ്യും. അത് എനർജി എഫിഷ്യൻസി കുറയ്ക്കാൻ കാരണമാവും. ഇൻ ലീക്ക് ഓർ ഔട്ട് ലീക്ക് ഇൻ എയർ കണ്ടീഷനിങ് സിസ്റ്റം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ഫാൻ സിസ്റ്റത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പാർട്ടാണ് AC സിസ്റ്റം. ആ AC സിസ്റ്റത്തിൽ എവിടെയെങ്കിലും ലീക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ ദാറ്റ് ഓൾസോ വിൽ എഫക്റ്റ് എനർജി എഫിഷ്യൻസി ഓഫ് ദ ഫാൻ സിസ്റ്റം. Now we are going to give some portions where we can increase our efficiency. ഈ ഏരിയാസ് നമ്മൾ ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എനർജി എഫിഷ്യൻസി കൂട്ടാൻ സാധിക്കും. അങ്ങനെയുള്ള ഏരിയാസാണ് പറയുന്നത്. അഥവാ ഈ വർക്കുകൾ ചെയ്താൽ, ഈ വിധത്തിൽ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എനർജി എഫിഷ്യൻസി വിൽ ബി ഹൈ. ഫസ്റ്റ് വൺ ഈസ് ചേഞ്ച് ഓഫ് ഇമ്പല്ലർ ബൈ ഹൈ എഫിഷ്യൻസി ഇമ്പല്ലർ അലോങ് വിത്ത് കോൺ ഷേപ്പിലുള്ള ഹൈ എഫിഷ്യൻസി ഇമ്പല്ലർ വെച്ച് കൺവെൻഷണൽ ഇമ്പല്ലർ റീപ്ലേസ് ചെയ്യുകയാണെങ്കിൽ എനർജി എഫിഷ്യൻസി വിൽ ബി വെരി ഹൈ. സെക്കൻഡ് വൺ ഈസ് ചേഞ്ച് ഓഫ് ഫാൻ അസംബ്ലി ആസ് ഹോൾ ബൈ എ ഹയർ എഫിഷ്യൻസി ഫാൻ. അത് പ്രാക്ടിക്കലി പെട്ടെന്ന് ചെയ്യാൻ പറ്റില്ല, കാരണം ഫാൻ സിസ്റ്റത്തിൻ്റെ കോസ്റ്റ് വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ എൻ ഇൻഡസ്ട്രി. സോ ഇഫ് പോസിബിൾ, ഇഫ് റിക്വയർഡ്, വി മസ്റ്റ് ചേഞ്ച് ഹോൾ ഫാൻ സിസ്റ്റം വിത്ത് എ ഹയർ എഫിഷ്യൻസി ഫാൻ സിസ്റ്റം. ആൻഡ് തേർഡ് വൺ, ഇമ്പല്ലർ ഡീറേറ്റിംഗ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇമ്പല്ലർ ട്രിമ്മിങ് പറഞ്ഞിട്ടുണ്ട്. സിമിലർ ടു ദാറ്റ്, ഇമ്പല്ലറിൻ്റെ സൈസ് റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫാനിൻ്റെ എനർജി എഫിഷ്യൻസിക്ക് ഇമ്പ്രൂവ് ചെയ്യാം. ഒരു ലിമിറ്റിനപ്പുറം ഇതിൻ്റെ ഇമ്പല്ലർ സൈസ് റെഡ്യൂസ് ചെയ്യാൻ കഴിയില്ല. കറക്റ്റായി ഡിസൈൻ ചെയ്ത് എയറോഫിൽ ഡിസൈൻ കറക്റ്റായി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എനർജി എഫിഷ്യൻസി ഇമ്പ്രൂവ് ചെയ്യാം. നെക്സ്റ്റ് വൺ ഈസ് ചേഞ്ച് ഓഫ് മെറ്റാലിക് glass reinforced plastic, that is GRP, by a FRP impeller. FRP means fiber reinforced plastic. മെറ്റാലിക് ആയാലും ഗ്ലാസ് ആയാലും വെയിറ്റ് താരതമ്യേന കൂടുതലായിരിക്കും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പരമാവധി നമുക്ക് ഫൈബർ ഇമ്പല്ലേഴ്സ് യൂസ് ചെയ്യാം. അതും എയറോഫിൽ ഡിസൈൻ പ്രോപ്പർ ആണെങ്കിൽ വി ക്യാൻ സേവ് എ ലോട്ട് ഓഫ് എനർജി. ഫാൻ സ്പീഡ് റിഡക്ഷൻ ബൈ പുള്ളി ഡയമീറ്റർ മോഡിഫിക്കേഷൻ. നമ്മളുടെ ഫാനിന് വരുന്ന പുള്ളി അഥവാ എനർജി ട്രാൻസ്മിഷന് വരുന്ന പുള്ളിയുടെ സൈസ് കുറക്കുകയാണെങ്കിൽ സ്പീഡ് കൂടും, സൈസ് കൂട്ടുവാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി സ്പീഡ് കുറയും. ആ വിധത്തിലുള്ള മോഡിഫിക്കേഷൻസ് വരുത്തി അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് മാക്സിമം എഫിഷ്യൻസി ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓപ്ഷൻ ഓഫ് 2 സ്പീഡ് മോട്ടോർ ഓർ വേരിയബിൾ സ്പീഡ് ഡ്രൈവ് ഫോർ വേരിയബിൾ ഡ്യൂട്ടി കണ്ടീഷൻസ്. നമുക്ക് പാർഷ്യൽ ലോഡും ഫുൾ ലോഡും കണ്ടീഷൻസ് ഉണ്ടാവും. പാർഷ്യൽ ലോഡിലും ഫുൾ ലോഡിലും ഒരേ മോട്ടോർ സ്പീഡ് അല്ലെങ്കിൽ ഫാൻ സ്പീഡ് ആണെങ്കിൽ അത് എനർജി എഫിഷ്യൻസി കുറക്കാൻ കാരണമാകും. അങ്ങനെ കണ്ടിന്യൂസ്ലി വേരിയിങ് പാർഷ്യൽ ലോഡും ഫുൾ ലോഡും ഫ്ലക്ച്വേഷൻസ് വരുന്ന സിസ്റ്റംസിൽ നമുക്കിത് ഓപ്ഷണലായിട്ട് യൂസ് ചെയ്യാം. ഇത് യൂസ് ചെയ്യുകയാണെങ്കിൽ എനർജി എഫിഷ്യൻസി കൂട്ടാം. അഥവാ വേരിയബിൾ സ്പീഡ് ചെയ്യുവാണെങ്കിൽ പാർഷ്യലി ലോഡാണെങ്കിൽ സ്പീഡ് കുറക്കുക, ഫുൾ ലോഡാണെങ്കിൽ സ്പീഡ് കൂട്ടുക. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എനർജി എഫിഷ്യൻസി വിൽ ബി ഇൻക്രീസ്ഡ്. ഇനി വരുന്നത് ട്രാൻസ്മിഷൻ ലോസ് കുറക്കാൻ വേണ്ടിയിട്ടാണ്.
നമ്മൾ കൺവെൻഷനലായിട്ട് യൂസ് ചെയ്യുന്നത് ഫ്ലാറ്റ് ബെൽറ്റ്സും വി ബെൽറ്റ്സും ആണ്. നമുക്കത് മാറ്റാൻ പല വിധത്തിലുള്ള ബെൽറ്റ്സ് ഇപ്പോൾ അവൈലബിൾ ആണ്. അതും ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ടുള്ള ബെൽറ്റ്സാണ് എനർജി എഫിഷ്യൻറ്റ് ഫ്ലാറ്റ് ബെൽറ്റ്സ് ആൻഡ് കോക്ഡ് റോ എഡ്ജ് വി ബെൽറ്റ്. ഇത് രണ്ടും സാധാരണ കൺവെൻഷണൽ ബെൽറ്റ്സ് റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എനർജി എഫിഷ്യൻസി വിൽ ബി ഹൈ. പിന്നെ ഇൻലെറ്റ് ഗൈഡ് വൈൻസ് അഡോപ്റ്റ് ചെയ്യുകയാണെങ്കിൽ അഥവാ അത് ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ നോർമലി നമ്മൾ ചെയ്യുന്നത് ഡിസ്ചാർജ് ഡാമ്പർ കൺട്രോളിംഗ് ആണ്. അതിന് പകരം ഇൻലെറ്റ് ഗൈഡ് വൈൻസ് അഡോപ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ എനർജി എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യാം. പിന്നെ ഓട്ടോമാറ്റിക്കലി ഡക്റ്റ് ഡിസൈനാണ്. ഡക്റ്റ് അഥവാ പൈപ്പിംഗ് ഡിസൈൻ നമ്മുടെ പൈപ്പിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പൈപ്പ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഫ്ലോനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ്. ലോ ഫ്രിക്ഷൻ ആയിട്ടുള്ള പൈപ്പിംഗ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യണം, അല്ലെങ്കിൽ ഡക്റ്റ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി എനർജി എഫിഷ്യൻസി വിൽ ബി ഹൈ. അതും ഒരു മെത്തേഡാണ്. സിസ്റ്റം റെസിസ്റ്റൻസ് റെഡ്യൂസ് ചെയ്തിട്ട് എനർജി എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യാം. താങ്ക് യു. That's all for now.